അങ്ങെപ്പോലെൻ ദൈവമേ ആരുള്ളിലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നെൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. സുഭാഷിതം. യഹോവയായ ഞാൻ പ്രസ്താവിപ്പാൻ ഇച്ഛിക്കുന്ന വചനം പ്രസ്താവിക്കും, അത് താമസിയാതെ നിവൃത്തിയാകും. മത്സരഗ്രഹമേ, നിങ്ങളുടെ കാലത്ത് തന്നെ ഞാൻ വചനം പ്രസ്താവിക്കുകയും നിവർത്തിക്കുകയും ചെയ്യുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. For I am the Lord, I speak, and the word which I speak will come to pass. It will no more be postponed. For in your days, O rebellious house, I will say the word and perform it, says the Lord God. യഹസ്കേൽ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 25-ാം വാക്യമാണ് വായിച്ചത്. ഇസ്രായേൽ ജനത്തോട് യഹോവയായ ദൈവം യഹസ്കേൽ പ്രവാചകനിൽ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം ഈ ജനത്തെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് മത്സരഗ്രഹം എന്നാണ്. എന്താണ് മത്സരഗ്രഹത്തിന്റെ പ്രത്യേകത? 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, മനുഷ്യപുത്ര, നീ മത്സരഗ്രഹത്തിന്റെ നടുവിൽ പാർക്കുന്നു. കാണുവാൻ കണ്ണുണ്ടെങ്കിലും അവർ കാണുന്നില്ല, കേൾപ്പാൻ ചെവിയുണ്ടെങ്കിലും അവർ കേൾക്കുന്നില്ല, അവർ മത്സരഗ്രഹമല്ലോ. എന്നുമുള്ള മത്സരക്കാരുടെ സ്വഭാവമാണ് ദൈവം ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് നാമും ജീവിക്കുന്നത് മത്സരികളുടെ മധ്യത്തിലാണ്. ദൈവം അയച്ച ദൈവദാസന്മാരിൽ കൂടെ അരുളി ചെയ്യുന്ന ദൈവത്തിന്റെ വചനം അവർ കേൾക്കുന്നുണ്ട്. തന്നെയുമല്ല, എല്ലാ കാര്യങ്ങളും അവർ കണ്ടറിഞ്ഞിരിക്കുന്നു. എന്നാൽ അവരുടെ ജീവിതം ഇതൊന്നും അവർ കാണാത്തതും കേൾക്കാത്തതും പോലെയാകുന്നു. അവരുടെ ഹൃദയം മത്സരിച്ചിരിക്കുന്നു. ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിലും അതനുസരിച്ച് ജീവിക്കുവാനോ ദൈവത്തെ അനുസരിക്കുവാനോ അവർ മനസ്സ് വെക്കുന്നില്ല. അവരുടെ ചിന്താഗതികളെക്കുറിച്ച് 27-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇവൻ ദർശിക്കുന്ന ദർശനം വളരെ നാളത്തേക്കുള്ളതും ഇവൻ പ്രവചിക്കുന്നത് ദീർഘകാലത്തേക്കുള്ളതുമാകുന്നു എന്ന് പറയുന്നു. ഇന്ന് പലരുടെയും ചിന്താഗതി ഇങ്ങനെ തന്നെയാണ്. എത്ര നാളായി ഇവരൊക്കെ ലോകത്തോട് പ്രസംഗിക്കുന്നു, എന്തേ ഇതുവരെ ഒന്നും സംഭവിക്കാത്തത്? കാലങ്ങൾ നീണ്ടുപോകും, ദർശനമൊക്കെയും ഒക്കാതെയും പോകും എന്നാണ് അവരുടെ അന്തർഗതം. ഇവിടുത്തെ മത്സരം എന്നുള്ളതിന് റിബല്യസ് എന്നുള്ള ഇംഗ്ലീഷ് വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റിബല്യസ് ജനത്തിന്റെ സ്വഭാവങ്ങളെക്കുറിച്ച് പലയിടങ്ങളിലും ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സദൃശവാക്യങ്ങൾ 17:11 പറയുന്നു, മത്സരക്കാരൻ ദോഷം മാത്രം അന്വേഷിക്കുന്നു എന്ന്. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു എന്ന് ശമൂവേൽ പറഞ്ഞിരിക്കുന്നു. റിബല്യസായ വ്യക്തികൾ നിശ്ചയമായും ശാഠ്യത്തോടുകൂടിയാണ് പെരുമാറുന്നത്. ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായിരുന്ന ശൗൽ ദൈവത്തോട് മത്സരിച്ചത് കൊണ്ട് തന്റെ രാജസ്ഥാനത്ത് നിന്ന് തന്നെ ദൈവം നീക്കിക്കളഞ്ഞു. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകുമെന്ന് മത്സരിച്ച ദൂതൻ വെട്ടേറ്റ് വീണു. മത്സരിച്ചിരിക്കുന്ന ജനത്തോട് യഹോവ അരുളി ചെയ്യുന്നത്, നിങ്ങളുടെ കാലത്ത് തന്നെ ഞാൻ വചനം പ്രസ്താവിക്കുകയും നിവർത്തിക്കുകയും ചെയ്യുമെന്ന്. പ്രിയമുള്ളവരെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്നുള്ളത് ദൈവത്തിന്റെ വചനമാകുന്നു. ദൈവം അരുളി ചെയ്തതാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കയില്ല. 2 പത്രോസ് 3:9 പറയുന്നത്, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വാഗ്ദത്തം എത്രയും വേഗം നിവർത്തിക്കും. ആകയാൽ നാം മത്സരികളാകാതെ ദൈവവചനത്തിൽ വിശ്വസിച്ച് ദൈവവചനപ്രകാരം ജീവിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ മത്സര സ്വഭാവം മാറ്റി ദൈവത്തിന്റെ അരുളപ്പാടുകളിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ
എൻ